എൻ്റെ ഫസ്റ്റ് മെഹന്തി അപ്പോയിൻമെൻറ്റിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോണത്. ഞാനാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ പേജൊക്കെ തുടങ്ങിയപ്പോൾ എൻ്റെ വിചാരം ഇന്ന് എനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടും, നാളെ എനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടും, എനിക്ക് അങ്ങോട്ട് വർക്കായിരിക്കുന്നു. പക്ഷേ എനിക്ക് ഒരു വർക്കോലും കിട്ടിയില്ല. അങ്ങനെ ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ ഒരു 4-5 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്ക് അറിയാവുന്ന ഒരു ഇത്താനെ വിളിച്ചിട്ട് ചോദിച്ചു, നീ മെഹന്തിയൊക്കെ ഇടുമല്ലോ, നാളെ ഒരു വർക്ക് കൊണ്ട് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ നാളെ എൻ്റെ സ്ഥലത്ത് ആ വർക്ക്, പക്ഷേ ഞാൻ എൻ്റെ വീട്ടിൽ നിൽക്കുക. അപ്പോൾ എനിക്ക് നാളെ പോകാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു കൺഫ്യൂഷനിലായിപ്പോയി. അപ്പോൾ ആദ്യമായിട്ട് കിട്ടിയ വർക്ക് തട്ടിത്തെറിപ്പിക്കാനും വയ്യ. അപ്പോൾ അത് വെച്ച് നീ എന്തായാലും ഒരു കാര്യം ചെയ്യുന്നതിൻ്റെ പേയ്മെൻറ്റൊക്കെ പറയാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ പേയ്മെൻറ്റൊക്കെ പറഞ്ഞു. എന്നിട്ട് ഞാൻ വൈകിട്ട് ഉറപ്പ് പറഞ്ഞില്ല എനിക്ക് വരാൻ പറ്റും എന്നൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ വൈകുന്നേരം ഞാൻ വിചാരിച്ചാലുണ്ട് കൽപ്പിച്ച് അങ്ങ് പോകാമെന്ന് വിചാരിച്ചപ്പോൾ എൻ്റെ കയ്യിൽ മെഹന്തി കോണില്ല. എൻ്റെ അടുത്തൊരു കടയിൽ നിന്ന് കിട്ടും. അപ്പോൾ ആ കടയിൽ ഞാൻ ചെന്ന് തിരക്കിയപ്പോഴത്തേക്ക് ആ ഷോപ്പിലും അന്ന് വന്നിട്ടില്ല. രാത്രിക്ക് അങ്ങ് കിട്ടുവാണെങ്കിൽ എടുത്തു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് മുഖേന ഇച്ചിരി വീട്ടിൽ നിന്ന് നല്ല ദൂരമുണ്ട്, 7-8 കിലോമീറ്റർ ദൂരമുണ്ട്. അങ്ങനെ ഇത് കളക്ട് ചെയ്ത് വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഞാൻ ഫസ്റ്റ് ആ ഷോപ്പിൽ ചെന്ന് ചോദിച്ചാൽ അയക്ക 12 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് വീട്ടിൽ കൊണ്ടുവന്ന് തന്നു. അപ്പോൾ ഞാൻ അയക്കാട് പറഞ്ഞായിരുന്നു കിട്ടുമായിരുന്നെങ്കിൽ ഒന്ന് എടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് തരണേന്ന്. അങ്ങനെ ആ മെഹന്തി ഉണ്ട്. അപ്പോൾ ഓർഡർ ചെയ്ത സ്ഥിതിക്ക് വാങ്ങാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ അവിടെ നിന്ന് ഞാൻ ബ്രൈഡലും ഈ കടയിൽ നിന്ന് ഞാൻ നോർമൽ കോണോ വാങ്ങിയിട്ട് പിറ്റേ ദിവസം രാവിലെ ഞാൻ വർക്കിന് പോയി അവിടെ നിന്ന് ഇടാൻ ശ്രമിക്കുന്നു. ഈ പെങ്കുച്ചിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ മെഹന്തി എന്തൊക്കെ ചെയ്തിട്ട് എനിക്ക് ഇടാൻ പറ്റുന്നില്ല. ഞാൻ ഒത്തിരി നോക്കി, എൻ്റെ ടിപ്പ് കട്ട് ചെയ്ത് നോക്കി, ഭയങ്കര കട്ടി. അതിൽ നിന്ന് മെഹന്തി പുറത്തോട്ട് വരുന്നതേ ഇല്ല. വരുന്നതും ഒരുമാതിരി കട്ട പോലെ വരുന്നത്. അങ്ങനെ ഞാൻ ഈ ഷോപ്പിൽ നിന്ന് വാങ്ങിയ മെഹന്തി വെച്ചാണ് അവൾക്ക്, അതും ഓർഗാനിക് തന്നെയാണ്, അവൾക്ക് ഇട്ട് കൊടുത്തിട്ട് അപ്പോഴത്തേക്ക് എന്തോ എൻ്റെ ഭാഗ്യത്തിന് ആ ക്ലൈൻറ്റ് നല്ലൊരു കൊച്ചായതുകൊണ്ട് നല്ല ഫ്രണ്ട്ലി ആയതുകൊണ്ടും ആ കൊച്ചു പറഞ്ഞു കുഴപ്പമില്ലാടി, പക്ഷേ നീ ഇത് കംപ്ലയിൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവളുടെ കംപ്ലയിൻറ്റ് ചെയ്തപ്പോഴത്തേന് ആ കൊച്ച് ഭയങ്കര നിസ്സാരമായിട്ടുള്ളായിരുന്നു. അത് ഇയാൾക്ക് മെഹന്തി യൂസ് ചെയ്യാൻ അറിയത്തില്ലേ, ഇയാൾ ഇതുവരെ ഇട്ടിട്ടില്ലേ, അങ്ങനെയല്ല ഇയാൾ ഇടാൻ പോകണമെങ്കിൽ ഇയാൾക്ക് അത് അറിയത്തില്ലേ, ഇയാളൊരു കാര്യം ചെയ്യാക്കി ഇപ്പോൾ പറ്റുമെങ്കിൽ അതൊന്ന് ഇളക്കി വേറൊരു കോണിലോട്ടാക്കും. ഞാൻ വർക്കിന് പോയിരിക്കുക, പക്ഷേ ആ കൊച്ചിൻ്റെ അടുത്ത് സംസാരിക്കുന്നത് ഇങ്ങനെയൊക്കെ. പക്ഷേ എൻ്റെ ബ്രൈഡ് ഭയങ്കര പോസിറ്റീവ് മൈൻഡുള്ള ആളായതുകൊണ്ട് പറഞ്ഞു കുഴപ്പമില്ല, ഇനി അവരെ കയ്യിൽ നിന്ന് മെഹന്തി എടുക്കരുത്, അവരുടെ അടുത്ത് നിന്ന് പറഞ്ഞേക്കണം, സംസാരിച്ചേക്കണം, ഇനി ഒരു കസ്റ്റമറോട് ഇങ്ങനെ ചെയ്യരുതെന്ന് പറയണമെന്ന് പറഞ്ഞാൽ അവൾ എന്നെ സമാധാനപ്പെടുത്തി.